കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിൽ 5 പേരെയും കൊലപ്പെടുത്തിയത് പ്രതി അഫാൻ തനിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി. ഒരൊറ്റ ചുറ്റിക കൊണ്ടാണ് ഈ എല്ലാ കൊലപാതകങ്ങളും അഫാൻ ചെയ്തത്. ആ ചുറ്റികയും ആ ചുറ്റിക വാങ്ങിയ കടയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാൻ കൃത്യമായ ആസൂത്രണത്തോടെയാണ് നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 6 മണിക്കൂറിലായിട്ടാണ് 5 പേരെയും കൊലപ്പെടുത്തിയത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം അനിയനെയും 88 വയസ്സുള്ള പിതാവിൻ്റെ ഉമ്മയെയും ഉൾപ്പെടെ 5 പേരെ വെട്ടിക്കൊല്ലുന്നു. ക്യാൻസർ രോഗബാധിതയായ പെറ്റമ്മയെ മകൻ വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ. 23 വയസ്സുള്ള പ്രതി 3 സ്ഥലങ്ങളിലായി കിലോമീറ്ററുകളോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചരിച്ചാണ് ഈ അതിക്രൂര കൃത്യങ്ങൾ ചെയ്തത്. ഭയപ്പെടുന്ന കൂട്ടക്കുരുതി. ഈ നാടെങ്ങോട്ടാണ്? നിരന്തരമായി ഇങ്ങനെയുള്ള വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരാളെ കൊന്നിട്ടും പെറ്റ വയറും പ്രണയിച്ച പെണ്ണിനെയും കൂടെ കളിച്ച് എടുത്തു വളർത്തിയ അനിയനെയും മൃഗീയമായി കൊല്ലാൻ മാത്രം ഇവനിൽ ദേഷ്യം വളർന്നെങ്കിൽ നിയമം വെറും പുല്ലാണെന്ന് അവൻ്റെ ആ തിരിച്ചറിവാണ് ഇവിടെയെല്ലാം എത്തിച്ചിട്ടുണ്ടാവുക. ഇനിയും കണ്ണും കാതും കെട്ടി നിൽക്കുന്ന ന്യായപീഠമേ, ലജ്ജിക്കാനുള്ള സമയം കടന്നുപോയി. 25 കിലോമീറ്റർ ചുറ്റളവിൽ 3 വീടുകളിലായിട്ടാണ് അഫാൻ പ്രിയപ്പെട്ടവരെ അതിക്രൂരമായി ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. പണത്തിൻ്റെ പേരിൽ തർക്കിക്കുകയായിരുന്നു. പണം കിട്ടാതെ വന്നതിൽ ഉമ്മയുടെ കഴുത്ത് ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച് നിലത്തടിക്കുകയായിരുന്നു. പിന്നീട് ചുറ്റിക കൊണ്ട് തലക്കും നിരവധി പ്രാവശ്യം അടിക്കുകയായിരുന്നു. ഉമ്മ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം റൂം പൂട്ടി പ്രതി ബൈക്കിൽ പുറത്തു പോവുകയായിരുന്നു. അഫാൻ്റെ അടുത്ത ഇര ബാപ്പയുടെ ഉമ്മ സൽമ ബീവിയായിരുന്നു. 25 കിലോമീറ്ററുകൾ ഇപ്പുറമുള്ള ഈ വീട്ടിലെത്തി പ്രതി സൽമ ബീവിയോട് സ്വർണവും പണവും ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവിടെ വാക്ക് തർക്കമായി. അവരെയും തലക്കടിച്ച് കൊന്ന് പ്രതി അരുമലയിലെ വീട്ടിൽ നിന്നും 9 കിലോമീറ്ററുകൾ അകലെയുള്ള SN പുരത്തെ ബന്ധുവീട്ടിൽ എത്തുകയായിരുന്നു. അഫാനും പെൺസുഹൃത്തും തമ്മിലുള്ള ബന്ധം തർക്കമായതിനെ തുടർന്ന് ബാപ്പയുടെ സഹോദരൻ അബ്ദുൽ ലത്തീഫും ഇടപെട്ടിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിൽ അവിടെയെത്തിയ അഫാൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക കൊണ്ട് തുരുതുര അടിക്കുകയായിരുന്നു. 20ഓളം അടികൾ ലത്തീഫിന് ഏറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് ട്യൂഷൻ എന്ന് പറഞ്ഞ് ഫർസാന ഇറങ്ങുകയും അഫാൻ ബൈക്കിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഒന്നുമറിയാതെ ഫർസാന അഫാനൊപ്പം പെരുമലയിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ലഹരി ഉപയോഗിച്ചാണ് അഫാൻ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തത്. കൊലപാതകത്തിന് ശേഷം